ഒരു LP സ്കൂൾ വേണമെന്ന മലപ്പുറം മഞ്ചേരി പയ്യനാട് എലംബ്ര ഗ്രാമത്തിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകുകയാണ്. സ്കൂൾ അനുവദിക്കുന്നതിന് പരിഗണന നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ പറഞ്ഞു. 4 പതിറ്റാണ്ടായി സ്കൂളിനായി കാത്തിരിക്കുകയാണ് എലംബ്ര ഗ്രാമം. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ എത്രയും വേഗം സ്കൂൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്ന സുപ്രീം കോടതി വിധി വന്നതോടെ സംസ്ഥാന തലത്തിൽ തന്നെ ചർച്ചയായിരുന്നു എലംബ്രക്കാരുടെ പോരാട്ടത്തിന്റെ കഥ. എലംബ്ര എന്ന ഗ്രാമത്തിന്റെ നിയമ പോരാട്ടത്തെയും നിശ്ചയദാർഢ്യത്തെയും കുറിച്ച് മീഡിയ 1 വർഷങ്ങൾക്ക് മുൻപ് തന്നെ വാർത്ത നൽകിയിരുന്നു. സ്കൂൾ നിർമ്മിക്കാനായി നാട്ടുകാർ 1982 പിരിവ് നടത്തി 1 ഏക്കറോളം സ്ഥലം വാങ്ങി. എന്നാൽ പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ആ സ്ഥലത്ത് ഒരു സ്കൂൾ ഉയർന്നില്ല. 2015 ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ നാട്ടുകാരുടെ ആവശ്യം ന്യായമാണെന്ന് കണ്ടെത്തി റിപ്പോർട്ട് നൽകിയിരുന്നു. തുടർന്ന് സ്കൂൾ കർമ്മസമിതി സർക്കാരിനെ സമീപിച്ചെങ്കിലും നയപരമായ തീരുമാനമെടുത്തില്ലെന്നായിരുന്നു മറുപടി. ഇതോടെ സ്കൂൾ കർമ്മസമിതി കൺവീനർ തേനത്ത് മുഹമ്മദ് ഫൈസിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകി. സ്കൂൾ അനുവദിക്കുന്നതിന് 3 മാസത്തിനകം നടപടി സ്വീകരിക്കണമെന്ന ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി. 1 വർഷം കഴിഞ്ഞിട്ടും നടപടി ഉണ്ടാകാതെ വന്നതോടെ നാട്ടുകാർ കോടതിയലക്ഷ്യ കേസുമായി വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു. ഇതോടെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങുകയായിരുന്നു. ഈ സ്റ്റേ നീക്കണമെന്നാവശ്യപ്പെട്ട് 2021 കർമ്മസമിതി സുപ്രീം കോടതിയെ സമീപിച്ചു. ഈ കേസ് പരിഗണിച്ചപ്പോഴായിരുന്നു എത്രയും വേഗം സ്കൂൾ നിർമ്മിക്കണമെന്ന് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചത്. വിഷയം ഗൌരവത്തോടെ പരിഗണിക്കുമെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ പറഞ്ഞു. ഒറ്റപ്പെട്ട ചില സംഗതികൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഉണ്ട്. അത് ഏതായാലും ആദ്യം പരിഹരിക്കപ്പെടേണ്ട കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ്. അതൊരു സ്റ്റേറ്റ് സമൂഹത്തിന് ഉറപ്പ് കൊടുക്കേണ്ട കാര്യമാണത്. ഉണ്ടോ? സ്കൂളിനായി ഇനിയും കൂടുതൽ കാത്തിരിക്കേണ്ടി വരില്ലെന്ന പ്രതീക്ഷയിലാണ് ഈ നാടും നാട്ടുകാരും. മീഡിയ 1 മലപ്പുറം.